എന്നിട്ട് വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്യും. വാട്സാപ്പിൽ അയ്യോ അത് അല്ല, അത് അന്നാ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം എനിക്ക് മെനഞ്ഞാന്ന് മെസ്സേജ് ഇട്ട് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ തമ്മിൽ നല്ല അടുപ്പമൊക്കെ ആയിരുന്നല്ലോ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ അയക്കുന്ന മെസ്സേജ് ഒന്നും റീഡ് ആവുന്നില്ല. ഈ സിനിമയുടെ 80% ഞാൻ കാണുകയും ചെയ്തു, എന്നെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് പ്രശ്നമൊക്കെ കഴിഞ്ഞത് ഇതൊക്കെ ബഹളമൊക്കെ ആയി. അപ്പോൾ എനിക്കിങ്ങനെ മെസ്സേജ്, നീ ഒരുപാട് വളർന്നു, അതുകൊണ്ട് നിന്നെ നിന്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കാന്നൊക്കെ വിചാരിച്ചു. അതൊന്നും കാര്യമില്ലടാ പോട്ടാ എന്നൊക്കെ പറഞ്ഞത് പുള്ളിക്ക് പെട്ടെന്ന് തോന്നുന്നതാ. അത് പുള്ളി പെട്ടെന്ന് വിചാരിച്ചു കാണും. പുള്ളി കുറെ കാര്യങ്ങളൊക്കെ എന്നെ ആ സമയത്ത് വിളിച്ചിരുന്നു. അപ്പം പലപ്പോഴും ഞാൻ അവൈലബിൾ അല്ല. പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പലതിലും അവൈലബിൾ ആയിരുന്നു. അപ്പം എനിക്ക് പണ്ടത്തെ കണക്ക് അവൈലബിൾ ആവാൻ പറ്റുന്നില്ല എന്നൊക്കെ ചോദിച്ചോണ്ട് വിചാരിച്ചാണ്. പണ്ട് വിളിച്ചാൽ എപ്പോഴും വരുന്നൊരുത്തനായിരുന്നല്ലോ. ഇനി ചിലപ്പം പുള്ളി അങ്ങനെ വിളിക്കുമ്പം അവൻ വിചാരിക്കത്തില്ലേ, അങ്ങനെ നമുക്ക് വരും രണ്ടുപേർക്കും രണ്ടുപേരതായ തിരക്കുകൾ വരുമ്പോൾ സ്വാഭാവികമായി. അപ്പം ഞാനന്ന് അയച്ചേക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ചോദിച്ചേട്ടാ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം, നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ വരും എന്ന് പറഞ്ഞാൽ അയച്ചേക്കുന്ന മെസ്സേജ് ഞാൻ റീഡ് ചെയ്യാതെ കിടക്കുന്നത്. അപ്പോൾ അത് ഞാൻ വീണ്ടും എടുത്ത് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഇത് ഞാനേ ഇപ്പം നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതല്ല, സിനിമയ്ക്ക് വേണ്ടി സംസാരിച്ചതാണ്. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്തിന് അതാരായാലും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് ഞാൻ ചെയ്യും. ശരിയും കൂടെ അവരുടെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുകയും ചെയ്യും.